9th സ്റ്റാൻഡേർഡിലെ ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വെയർ ദ ഇൻമേറ്റ്സ് ഓഫ് ദ ടോൾസ്റ്റോയ് ഫാം? ടോൾസ്റ്റോയ് ഫാമിൻ്റെ ഇൻമേറ്റ്സ് എന്ന് വെച്ചാൽ താമസക്കാരായിരുന്നു. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ടോൾസ്റ്റോയ് ഫാം വെയർ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ. പല മതത്തിലുള്ള ആൾക്കാരായിരുന്നു ടോൾസ്റ്റോയ് ഫാമിലുള്ള താമസക്കാർ. അവരാരൊക്കെയാണ്? ഹിന്ദുസ്, മുസ്ലിംസ്, പാഴ്സീസ് ആൻഡ് ക്രിസ്ത്യൻസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ കുഡിൻ ഗാന്ധിജി അപ്പോയിൻറ്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്? ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യൽ ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഗാന്ധിജിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? He could not appoint special teachers because he could not afford to pay them decent salaries. അവർക്കൊരു ഡീസൻറ്റ് സാലറി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണത്താലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പുതിയ ടീച്ചർമാരെ അപ്പോയിൻറ്റ് ചെയ്യാത്തത്. Moreover, he did not like the existing system of education. ഇപ്പോൾ നിലനിന്നിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റവും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. He wanted to experiment something new. പുതിയ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. തേർഡ് ക്വസ്റ്റ്യൻ, what did Gandhi regard as the proper foundation for the education of the children? കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള പ്രോപ്പർ ഫൗണ്ടേഷനായി ഗാന്ധിജി കരുതിയിരുന്നത് എന്ത്? ഹി റിഗാർഡഡ് ക്യാരക്ടർ ബിൽഡിംഗ് ആസ് ദ പ്രോപ്പർ ഫൗണ്ടേഷൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ. ക്യാരക്ടർ ബിൽഡിംഗ് ആണ് കുട്ടികളുടെ പ്രോപ്പർ എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടേഷനായിട്ട് അദ്ദേഹം കരുതിയിരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ അസിസ്റ്റഡ് ഗാന്ധിജി ഇൻ ലിറ്റററി ട്രെയിനിങ്? ലിറ്റററി ട്രെയിനിങ്ങിൽ ഗാന്ധിജിയെ അസിസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ്? മിസ്റ്റർ കാരൽ ബാക്കും സത്യജിത് പ്രാഗ്ജി ദേശായിയുമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? അസിസ്റ്റ് ചെയ്തിരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ട്രെയിനിങ് വാസ് ഗിവൺ ടു ചിൽഡ്രൻ ഓഫ് ഓൾ ഏജസ് ഇൻ ദ ഫാം? ഫാമിലെ എല്ലാ വയസ്സിലുള്ള കുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും കൊടുത്തിരുന്ന ട്രെയിനിങ് എന്താണ്? ദ ചിൽഡ്രൻ ഓഫ് ഓൾ ഏജസ് ഇൻ ദ ഫാം വെയർ ഗിവൺ മോറൽ ട്രെയിനിങ്. അവർക്ക് എന്താണ്? മോറൽ ട്രെയിനിങ് ആണ് കൊടുത്തിരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് ഇൻ ദ ടോൾസ്റ്റോയ് ഫാം? ടോൾസ്റ്റോയ് ഫാമിലുണ്ടായിരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ഏതൊക്കെയാണ്? ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് ഇൻ ദ ടോൾസ്റ്റോയ് ഫാം വെയർ കുക്കിംഗ്, ഡിഗിങ് പിറ്റ്സ്, ഫെല്ലിംഗ് ടിമ്പർ, ലിഫ്റ്റിംഗ് ലോഡ്സ് ആൻഡ് ഗാർഡനിങ്. അപ്പോൾ ഉണ്ടായിരുന്ന ജോലികൾ ഏതൊക്കെയാണ്? വർക്ക് ഏതൊക്കെയാണ്? കുക്കിംഗ്, ഡിഗിങ് പിറ്റ്സ്, ഫെല്ലിംഗ് ടിമ്പർ, ലിഫ്റ്റിംഗ് ലോഡ്സ്, ഗാർഡനിങ്, ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, വൈ വാസ് ഇൽനെസ് സ്കേഴ്സ് ഓൺ ദ ഫാം? ഫാമിൽ ഇൽനെസ് സ്കേഴ്സ് എന്ന് വെച്ചാൽ വിരളമായിരുന്നത്, വല്ലപ്പോഴും മാത്രം വരുന്നതായിരുന്നത് എന്തുകൊണ്ട്? ഇൽനെസ് വാസ് സ്കേഴ്സ് ഇൻ ദ ഫാം ബിക്കോസ് ദ ഇൻമേറ്റ്സ് ഗോട്ട് ഗുഡ് എക്സസൈസ് ബൈ ഡൂയിങ് ദ വേരിയസ് ജോബ്സ് ദെയർ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്ന പലതരം ജോലികൾ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള എക്സസൈസ് കിട്ടിയിരുന്നതും അതുകൊണ്ട് അവരുടെ ഇടയിൽ ഇൽനെസ് വളരെയധികം വിരളമായിരുന്നതും. ദി ജോബ്സ് ഇൻക്ലൂഡ് കുക്കിംഗ്, ഡിഗിങ് പിറ്റ്സ്, ഫില്ലിംഗ് ടിമ്പർ, ലിഫ്റ്റിംഗ് ലോഡ്സ് ആൻഡ് ഗാർഡനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ജോലികളാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ടോൾസ്റ്റോയ് ഫാം? ടോൾസ്റ്റോയ് ഫാമിൽ വൊക്കേഷണൽ ട്രെയിനിങ് എങ്ങനെയാണ് ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കൊണ്ടുവന്നത്? He introduced vocational training in the Tolstoy farm by teaching the inmates how to make shoes and also carpentry. ഷൂസ് ഉണ്ടാക്കാനും കാർപ്പൻട്രി ചെയ്യാനും ഒക്കെ തടിപ്പണികൾ ചെയ്യാനും പഠിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഇൻമേറ്റ്സിനെ വൊക്കേഷണൽ ട്രെയിനിങ് ഗാന്ധിജി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നയൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ലേണിംഗ് എ ചിയർഫുൾ എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ ഇൻ ദ ഫാം? ലേണിംഗ് ഒരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു എക്സ്പീരിയൻസ് ആക്കി ഫാമിൽ കുട്ടികൾക്ക് മാറ്റിയത് എങ്ങനെയാണ്? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ വർക്ക് ബൈ ദ ടീച്ചേഴ്സ് മെയ്ഡ് ലേണിംഗ് എ ചിയർഫുൾ എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ ഇൻ ദ ഫാം. കുട്ടികളോടൊപ്പം ടീച്ചേഴ്സും അവർ ചെയ്തിരുന്ന ജോലികളിൽ എന്ത് ചെയ്തിരുന്നു? ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവളൊരു ചിൽഡ്രന് ഫാമിലുള്ള എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്, ലേണിംഗ് എക്സ്പീരിയൻസ് ഒരു ചിയർഫുള്ളായ എക്സ്പീരിയൻസ് ആയിട്ട് മാറിയത്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കുറച്ച് ആക്ടിവിറ്റികൾ നോക്കാം. ഇൻ ടോൾസ്റ്റോയ് ഫാം ദർ ഈസ് റെഫറൻസ് ടു വൊക്കേഷണൽ സ്കിൽസ്, ഐഡൻറ്റിഫൈ ദം ആൻഡ് ഫിൽ ഇൻ ദ ബബിൾസ്. ഓക്കെ, ബബിൾസ്. അവിടെ കുറച്ച് വൊക്കേഷണൽ സ്കില്ല് പറഞ്ഞിരുന്നില്ലേ? അത് ഏതൊക്കെയാണ്? ഒന്ന് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്, ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. അത് അടുത്തത് കുക്കിംഗ്, ഷൂ മേക്കിംഗ്, കാർപ്പൻട്രി, അത് കഴിഞ്ഞ് ഗാർഡനിങ്. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ബബിൾസിൽ ഫില്ല് ചെയ്യുക. ക്വസ്റ്റ്യൻ 2, യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ഗാന്ധിജി കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഗാന്ധിജിയുടെ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കാം. താഴെ കൊടുത്തിട്ടുള്ളതാണ്. ഏതാണത്? By education, I mean an all-round drawing out of the best in the child and man, body, mind and spirit. എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള എല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എല്ലാം പുറത്തേക്ക്, അതിനെ പുറത്തേക്കുള്ള എല്ലാം ബെസ്റ്റായിട്ട് കൊണ്ടുവരിക എന്നാണ്. How far is it true with the learning experience in the Tolstoy farm? Write your answer in a short paragraph. ടോൾസ്റ്റോയ് ഫാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് നോക്കാം. Gandhiji said, by education, I mean all-round drawing out of the best in the child and man, body, mind and spirit. That is quite true with the learning experience in the Tolstoy farm. അപ്പോൾ ഗാന്ധിജി പറഞ്ഞതും ടോൾസ്റ്റോയ് ഫാമിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസും ഏകദേശം ട്രൂ എന്നാണ് ഇവിടെ പറയുന്നത്. The priority in the farm was culture of the heart and building of character.
ഹാർട്ടിൻ്റെ കൾച്ചറും, അതായത് ഹൃദയത്തിൻ്റെ ശുദ്ധിയും പിന്നെ ക്യാരക്ടർ ബിൽഡിങ്ങുമാണ് അവിടെ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. മോറൽ ട്രെയിനിങ് വാസ് കോമൺ ദെയർ. മോറൽ ട്രെയിനിങ് അവിടെ ഉണ്ടായിരുന്നു. കാലൻ ബാക്ക് ആൻഡ് സഞ്ജീത് പ്രാജി ദേശായി ഗേവ് ദ സ്റ്റുഡൻസ് ലിറ്റററി ട്രെയിനിങ്. കാലൻ ബാക്കും പ്രാജി ദേശായും കുട്ടികൾക്ക് ലിറ്റററി ട്രെയിനിങ് കൊടുത്തിരുന്നു. ട്രെയിനിങ് ഓഫ് ദ ബോഡി വാസ് ആൾസോ എസെൻഷ്യൽ. ബോഡിയുടെ ട്രെയിനിങ് അവിടെ എന്തായിരുന്നു? എസെൻഷ്യൽ ആയിരുന്നു. There were no servants in the farm and all the work was to be done by the inmates. അവിടെ ഫാമിൽ സർവൻസ് ഒന്നും ഇല്ലായിരുന്നു, ജോലികൾ ഇൻമേറ്റ്സ് ആണ് ചെയ്തിരുന്നത്. കാലൻ ബാക്ക് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് ആൻഡ് ഹി ഹാഡ് സം എക്സ്പീരിയൻസ് ഇൻ ഇൻ. കാലൻ ബാക്കിന് വളരെയധികം ഇഷ്ടമായിരുന്നു ഗാർഡനിങ്, അതിൽ അദ്ദേഹത്തിന് കുറച്ച് എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. ദോസ് ഹു വെയർ നോട്ട് ബിസി ഇൻ ദ കിച്ചൺ ഹാഡ് ടു ഹെൽപ്പ് ഇൻ ദ ഗാർഡൻ. കിച്ചണിൽ ബിസി അല്ലാതിരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആരായിരുന്നാലും അവരെന്ത് ചെയ്യണം? ഗാർഡനിൽ ഹെൽപ്പ് ചെയ്യണം. ചിൽഡ്രൻ ഹാപ്പിലി ഡിഡ് ദ ജോബ് ഓഫ് ഡിക്കിംഗ് പേഡ്സ്, കട്ടിംഗ് ട്രീസ് ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്സ്. കുട്ടികൾ വളരെ സന്തോഷത്തോടെയാണ് ഡിഗിങ് പേഡ്സ്, കുഴി കുഴിക്കുന്നതും കട്ടിംഗ് ട്രീസ് മരം വെട്ടുന്നതും ലിഫ്റ്റിംഗ് ലോഡ്സ് ഭാരങ്ങൾ എടുക്കുന്നതും ചെയ്തിരുന്നത്. സം വെയർ നോട്ട് ഹാപ്പി ആൻഡ് ട്രൈ ടു അവോയ്ഡ് വർക്ക്. കുറച്ച് പേര് എന്തായിരുന്നില്ല? ഹാപ്പി ആയിരുന്നില്ല. അവരെന്തോന്ന് ചെയ്യാൻ തുടങ്ങി? വർക്കുകൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ദേ വെയർ ആൾസോ ഗിവൺ ട്രെയിനിങ് ഇൻ ഷൂ മേക്കിംഗ് ആൻഡ് കാർപ്പൻട്രിങ്. അവർക്ക് ഷൂ മേക്കിങ്ങിലും കാർപ്പൻട്രിയിലും ട്രെയിനിങ് കൊടുത്തിരുന്നു. ദസ് ദ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ദ ഇൻമേറ്റ്സ് വെയർ ടേക്കൻ കെയർ ഓഫ്. അങ്ങനെയാണ് ഇൻമേറ്റ്സിൻ്റെ ബോഡിയും മൈൻഡും സ്പിരിറ്റും എല്ലാം അവർ സംരക്ഷിച്ചു പോരുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം? ആക്ടിവിറ്റി നോക്കാം. There were no servants on the farm and all the work from cooking down to scavenging was done by the inmates, says ഗാന്ധിജി. നമ്മുടെ ഫാമിൽ സർവൻസ് ഒന്നും ഇല്ലായിരുന്നു, എല്ലാ ജോലികളും ചെയ്തിരുന്നത് കുക്കിംഗ് മുതൽ സ്കാവെഞ്ചിങ് വരെ ഇൻമേറ്റ്സ് ആണ് ചെയ്തിരുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ പ്രാക്ടീസ്? ഈ ഒരു പ്രാക്ടീസിനെ കുറിച്ച്, അതായത് സർവൻസ് ഒന്നും ഇല്ലാതെ എല്ലാം ഇൻമേറ്റ്സിനെ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രാക്ടീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? I think this practice is very good because it will bring dignity of labor. ഇതൊരു നല്ല പ്രാക്ടീസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇത് ലേബറിൻ്റെ ഡിഗ്നിറ്റി പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇറ്റ് വിൽ ഷോ ദാറ്റ് എനി വർക്ക് ക്യാൻ ബി ഡൺ ബൈ എനിബഡി ആൻഡ് ദെയർ ഈസ് നത്തിങ് കോൾഡ് ഹൈ ഓർ ലോ വർക്ക്. ഇതിലൂടെ എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുകയാണ്. പോരാത്തതിന് ഹൈ വർക്ക്, ലോ വർക്ക് എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ വരുന്നില്ല. ഇറ്റ് ഓൾസോ വിൽ മേക്ക് ദ പീപ്പിൾ ഹെൽത്തി ആസ് ദേ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് ഫിസിക്കൽ എക്സസൈസ്. ഇതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്തി ആകാൻ കാരണം എന്താണ്? ഇതിലൊരുപാട് ഫിസിക്കൽ എക്സസൈസ് കിട്ടും, അതുകൊണ്ട് കുട്ടികൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കും. ഓക്കെ. ഹരിത കേരളം, ഓർഗാനിക് ഫാമിംഗ്, ബയോഡൈവേഴ്സിറ്റി പാർക്ക് ആൻഡ് സ്വച്ഛ് ഭാരത് ഡ്രൈവ് ആർ സം ഓഫ് ദ പ്രോഗ്രാംസ് ഇൻ സ്കൂൾസ്. അപ്പോൾ സ്കൂളിലുള്ള ചില പ്രോഗ്രാമാണ് ഹരിത കേരളം, ഓർഗാനിക് ഫാമിംഗ്, ബയോഡൈവേഴ്സിറ്റി പാർക്ക്, സ്വച്ഛ് ഭാരത് ഡ്രൈവ് എന്ന് പറയുന്നത്. ദേ റിക്വയർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സ്റ്റുഡൻസ്. ഇതിന് കുട്ടികളുടെ എല്ലാ പാർട്ടിസിപ്പേഷനും ഉണ്ടായിരിക്കണം. ദേ ആൾസോ ഇൻക്ലൂഡ് വർക്ക് ദാറ്റ് സം പീപ്പിൾ മേ ഹെസിറ്റേറ്റ് ടു ഡു. ഇതിൽ ചില കുട്ടികൾ, ചില ആൾക്കാർ ചെയ്യാൻ മടിക്കുന്ന കുറേ കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡു ദീസ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ഡിഗ്നിറ്റി ഓഫ് ലേബർ എമോങ് ചിൽഡ്രൻ? കുട്ടികളുടെ ഇത് ലേബറിൻ്റെ ഡിഗ്നിറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ? യെസ്, ദേ ഡു. അത് പ്രൊമോട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ 3, വാട്ട് ആർ യുവർ വ്യൂസ്? കണ്ടക്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ബേസ്ഡ് ഓൺ ദ മെയിൻ പോയിന്റ്സ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ട് അതിനെക്കുറിച്ച് റൈറ്റ് അപ്പ് എഴുതുക. റൈറ്റ് അപ്പ് എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ അടുത്ത പേജിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? അത് വായിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതുക. ഓക്കെ. ആദ്യത്തെ 4 പാരഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വച്ഛ് ഭാരത്, പിന്നെ ഒരുപാട് സ്വച്ഛ് ഭാരത് പറഞ്ഞു, ഹരിത കേരളം, ഓർഗാനിക് ഫാമിംഗ്, അതെല്ലാം മെയിനായിട്ട് വരുന്നതാണ്. ഇത് ഫസ്റ്റ് സെക്ഷനാണ്. ഇതതിൻ്റെ സെക്കൻഡ് സെക്ഷനാണ്. അപ്പോൾ ഏകദേശം ഒരു 6-7 പാരഗ്രാഫിനകത്തേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നോട്ടിലേക്ക് എഴുതുക. Activity 2, Gandhiji says, it was my intention to teach every one of the youngsters some useful manual വൊക്കേഷൻ. എല്ലാ യങ്സ്റ്റേഴ്സിനെയും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള മാനുവൽ വൊക്കേഷൻ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇൻറ്റൻഷനായിരുന്നു. ഓക്കെ, ഇതിന് ആവശ്യമായിരുന്നു. ലിസ്റ്റ് ഔട്ട് ദ വൊക്കേഷണൽ സ്കിൽസ് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. താഴെ നിങ്ങൾ 2 കോളം കണ്ടില്ലേ? ഇതിൽ വൊക്കേഷണൽ സ്കില്ലുകളും അതിലുമായി ബന്ധപ്പെട്ട ജോബ് റിലേറ്റഡ് വൊക്കേഷണൽ സ്കിൽസുമാണ് വല സൈഡ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഫില്ല് ചെയ്യാം. ഓക്കെ. കാർപ്പൻട്രിയിൽ വരുന്ന ജോബ് റിലേറ്റഡ് വൊക്കേഷണൽ സ്കിൽ ഏതൊക്കെയാണ്? കാർപ്പൻറ്റർ, ഫർണിച്ചർ ഡിസൈനർ, ഇൻറ്റീരിയർ ഡെക്കറേറ്റർ, ഇതൊക്കെയാണ്. കാർപ്പൻട്രി പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയൊക്കെ നമുക്ക് ചെയ്യാം. ഷൂ മേക്കിങ്ങിൽ വരുന്നത് കട്ടിംഗ് ലെതർ, സ്റ്റിച്ചിങ്, മേക്കിംഗ് ഷൂസ് ആൻഡ് റിപ്പയറിംഗ് ദം. ഗാർഡനിങ്ങിൽ വരുന്നത് പ്രിപ്പയറിംഗ് ദ ലാൻഡ്, പ്ലാന്റിംഗ്, നർച്ചറിംഗ്, സീഡ്ലിംഗ്, വാട്ടറിംഗ്, ഗിവിംഗ് മാനുവർ, പ്രൊട്ടക്ടിംഗ് ദ പ്ലാന്റ്സ് ഫ്രം ഹാർംഫുൾ ഇൻസെക്ട്സ് ആൻഡ് അതേഴ്സ്. കുക്കിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണ്? കുക്കിംഗ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്, ക്ലീനിങ്, നോളജ് ഓഫ് ഡയറ്റ്. ഓക്കെ, ഇതെല്ലാമാണ് വൊക്കേഷണൽ സ്കില്ലും അവയിൽ വരുന്ന റിലേറ്റഡ് വൊക്കേഷണൽ സ്കില്ലുകളും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ലാംഗ്വേജ് ആക്ടിവിറ്റികൾ നോക്കാം.
മെറ്റേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ 4 സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ചൈൽഡ് വാസ് കണ്ടം ടു ഡൈ ഓഫ് ഹങ്കർ. ദ വുമൺ ഗേവ് വേ വെൻ ടു വേരിയസ് ക്രൈസ് ഓഫ് ഹോറർ. ഷീ പ്രസ്ഡ് ദ ബേബി ടു ഹർ ഹാർട്ട്. മിക്കാലീസ് ഹേർട്ട് ട്രെമ്പിൾഡ് വിത്ത് ജോയ്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമുക്ക് 2 കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എഴുതേണ്ടത് എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് കോളത്തിൽ നോൺ ഫ്രേസുകളും സെക്കൻഡ് കോളത്തിൽ വെർബ് ഫ്രേസുകളാണ്. ദ ഫസ്റ്റ് സെൻറ്റൻസിൽ ദ ചൈൽഡ് എന്ന് പറയുന്നത് നോൺ ഫ്രേസും വാസ് കണ്ടം ടു ഡൈ ഓഫ് ഹങ്കർ എന്ന് തൊട്ട് തുടങ്ങുന്നത് വെർബ് ഫ്രേസുമാണ്. സെക്കൻഡ് സെൻറ്റൻസിൻ്റെ ഒരു സെക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതാണ്? വെർബ് ഫ്രേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഗേവ് വെൻ ടു വേരിയസ് ക്രൈസ് ഓഫ് ഹൊറർ. അതിൽ ആദ്യം വരുന്നത് വുമൺ എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. സെൻറ്റൻസുകളിൽ നൗണ് എവിടെ വരുന്നോ അവിടെ നൗൺ ഫ്രേസ് എഴുതുക. വെർബ് എവിടെ നിന്ന് തുറക്കുന്നു അവിടെ മുതൽ എന്ത് ചെയ്യുക? വെർബ് ഫ്രേസ് അങ്ങ് എഴുതി വയ്ക്കുക. അതിൽ ബി ക്വസ്റ്റ്യൻ, നൗ റീഡ് ദ പാസേജ് ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. നമുക്ക് എന്ത് ചെയ്യുക? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതിലും സബ്ജക്റ്റും നോൺ ഫ്രേസും എന്നാണ് പറഞ്ഞത്. അതിലും പ്രെഡിക്കേറ്റ് നമുക്ക് ഒരേപോലെയാണ്. The little child was crying for milk. Mikali had no money in his pocket to buy milk. The poor boy approached the woman around. All the women in the camp who saw the child gave in to cries of horror. A kind of Chinese woman finally gave it milk. അപ്പോൾ 5 സെൻറ്റൻസുകൾ അതിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ നോൺ ഫ്രേസ്, പ്രെഡിക്കേറ്റ്, വെർബ് ഫ്രേസ് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ആദ്യത്തെ 2 ഞാൻ പറഞ്ഞു തരാം. ദ ലിറ്റിൽ ചൈൽഡ് വാസ് ക്രൈയിങ് ഫോർ മിൽക്ക്. ഇതിൽ സബ്ജക്റ്റ് ദ ലിറ്റിൽ ചൈൽഡ് വരെയാണ്. പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് വാസ് ക്രൈയിങ് ഫോർ മിൽക്ക് മുതലാണ്. സെക്കൻഡ് ഏതാണ്? മിക്കാലി ഹാഡ് നോ മണി ഇൻ ഹിസ് പോക്കറ്റ് എന്ന് പറയുന്നതാണ് കൊടുത്തിട്ടില്ല. അതിൽ മിക്കാലി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നോൺ ഫ്രേസ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നോൺ ഫ്രേസ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ വെർബ് ഫ്രേസിൽ ഹാഡ് നോ മണി ഇൻ ഹിസ് പോക്കറ്റ് എന്ന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നൗൺ വരുന്നത് വരെ നോൺ ഫ്രേസ് ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞ് വെർബ് തൊട്ട് തുടങ്ങുന്നത് വെർബ് ഫ്രേസ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് എഴുതി വയ്ക്കുക. In a typical sentence, a noun phrase is immediately followed by verb phrase. ഒരു സാധാരണ സെൻറ്റൻസിൽ noun phrase കഴിഞ്ഞ ഉടനെ തന്നെ എന്തോന്ന് ചെയ്യുന്നു? verb phrase വരുന്നു. A noun phrase can be a noun, a pronoun or a group of words that does the function of a noun. ഒരു noun phrase എന്ന് പറയുന്നത് noun ആകാം, ഒരു pronoun ആകാം, അല്ലെങ്കിൽ നൗണിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകാം. A verb phrase consists of a helping verb or a main verb which may or may not be followed by other words. അപ്പോൾ ഒരു വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഹെൽപ്പിംഗ് വെർബ് ആവാം, അല്ലെങ്കിൽ മെയിൻ വെർബ് ആവാം. ഇത് ചിലപ്പോൾ മറ്റുള്ള വേർഡ്സ് ഫോളോ ചെയ്ത് വരാം, ഇല്ലെങ്കിൽ ഫോളോ ചെയ്ത് വരാതിരിക്കാം. നമുക്കിനി എന്ത് ചെയ്യാം? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ദ ചൈൽഡ് വാസ് ക്രൈയിങ് ഫോർ മിൽക്ക് എന്ന് പറയുന്നത് ഇവിടെ ദ ലിറ്റിൽ ചൈൽഡ്. ദ ലിറ്റിൽ ചൈൽഡ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. അതിനുശേഷമുള്ള വാസ് ക്രൈയിങ് ഫോർ മിൽക്ക് എന്ന് പറയുന്നത് വെർബ് ഫ്രേസ് ആണ്. ഇത് നമ്മൾ വിവരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പിരിക്കുന്ന സമയത്ത് ദ ലിറ്റിൽ ദ എന്ന് പറയുന്നത് ഡിറ്റർമിനറും, ലിറ്റിൽ എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവും, ചൈൽഡ് എന്ന് വെച്ചാൽ നൗണുമാണ്. അത് നിങ്ങൾക്കറിയാമായിരിക്കും. ഡിറ്റർമിനർ ദായാണ്, ലിറ്റിൽ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്, ചൈൽഡ് എന്ന് വെച്ചാൽ നൗണ്. ഇനി വെർബ് ഫ്രേസിലേക്ക് പോകുമ്പോൾ വാസ് ക്രൈയിങ് എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വെർബാണ്. കരയുന്നു, ഹെൽപ്പിംഗ് വെർബാണത്. അത് കഴിഞ്ഞ് എന്താ പറയുക, വാസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബാണ്, ക്രൈയിങ് എന്ന് വെച്ചാൽ വെർബാണ്. വാസ് ഹെൽപ്പിംഗ് വെർബും ക്രൈയിങ് വെർബും. വാസ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുകയായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു? കരയുകയായിരുന്നു. അതാണ് ഹെൽപ്പിംഗ് വെർബ് എന്നിവിടെ പറയുന്നത്. ഫോർ മിൽക്ക് എന്ന് വെച്ചാൽ പ്രിപ്പോസിഷൻ പ്ലസ് നൗണാണ്. ഫോർ അറിയാമല്ലോ, പ്രിപ്പോസിഷനാണ്. മിൽക്ക് എന്ന് വെച്ചാൽ നൗണാണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെർബ് ഫ്രേസും നോൺ ഫ്രേസും സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ടത്. ദ ഹെഡ് വേർഡ് ഓഫ് ദ നോൺ ഫ്രേസ് ഈസ് എ നൗൺ. ഒരു നൗണിൻ്റെ ഹെഡ് വേർഡ് എന്ന് വെച്ചാൽ നൗൺ ആയിരിക്കും. നൗൺ ഫ്രേസിൻ്റെ ഹെഡ് വേർഡ് എന്ന് വെച്ചാൽ നൗൺ ആയിരിക്കും. ദ അതർ വേർഡ്സ് ആർ യൂസ് ടു ഗീവ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ഹെഡ് വേർഡ്. ബാക്കിയുള്ള വാക്കുകൾ ഹെഡ് വേർഡിന് കുറച്ചുകൂടി അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നവയാണ്. ദസ് ദ ഒബ്ലിഗേറ്ററി എലമെൻറ്റ് ഇൻ എ നൗൺ ഫ്രേസ് ഈസ് ദ നൗൺ. എനി അതർ എലമെൻറ്റ് ഈസ് ഓപ്ഷണൽ. അതായത് മെയിൻ എലമെൻറ്റ് എന്ന് വെച്ചാൽ നൗൺ ഫ്രേസിലെ മെയിൻ എലമെൻറ്റ് എന്ന് വെച്ചാൽ നൗൺ ആണ്. ബാക്കിയുള്ളതെല്ലാം ഓപ്ഷണലാണ്. ഓപ്ഷണൽ എന്ന് വെച്ചാൽ വേണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വേണ്ട. ഇനി എന്താണ് ഡിറ്റർമിനർ? ആർട്ടിക്കിൾസ്, പൊസസീവ്സ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ്സ് വിച്ച് കം ബിഫോർ എ നൗൺ ആർ കാൾഡ് ഡിറ്റർമിനേഴ്സ്. നൗണിന് മുമ്പേ വരുന്ന ആർട്ടിക്കിൾസ്, പൊസസീവ്സ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ്സ്, ഇവ മൂന്നും ഏതാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എയും ആനും ദായും. എയും ആനും ദായുമാണ് ആർട്ടിക്കിൾസ്. പൊസസീവ്സ് എന്ന് പറയുമ്പോൾ മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ദെയർ, ഇറ്റ്സ്, ഇതൊക്കെയാണ്. ഗാന്ധിജീസ്, ഗാന്ധിജിയുടെ, ഇതാണ് പൊസസീവ് എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേറ്റീവ്സ് ഏതൊക്കെയാണ്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇതൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ഉൾപ്പെടുന്ന നൗണിന് മുമ്പേ ഇതിൽ മൂന്നിലും ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അവയാണ് നമ്മൾ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ്, പൊസസീവ്, ഡെമോൺസ്ട്രേറ്റീവ്സ്. നൗണിന് മുമ്പേ വന്നു കഴിഞ്ഞാൽ അവയെ നമ്മൾ ഡിറ്റർമിനർ എന്ന് പറയുന്നു.
Now let's have a look at the following sentence. Third sentence കൊടുത്തിട്ടുണ്ട്. All the women in the camp who saw the child gave vent to cries of horror. ഇതിൽ noun phrase verb phrase നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇതിൽ noun phrase ഏത് വരെയാണ്? All the women in the camp who saw the child എന്ന് പറയുന്നതാണ് എന്താ noun phrase എന്ന് പറയുന്നത്. താഴെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. all എന്ന് വെച്ചാൽ പ്രീ ഡിറ്റർമിനർ ആണ്. പ്രീ ഡിറ്റർമിനർ എന്താണ്? Pre-determiner or pre-articles are those items which come before the determiner in a noun phrase. Like half, half of, all of ഇതൊക്കെ പറയുന്നത്. അതായത് noun phrase-ന് മുമ്പ് noun phrase-ലെ ഡിറ്റർമിനറിന് മുമ്പ് വരുന്ന വേർഡ്സ്, ഓക്കെ, അവയാണ് പ്രീ ഡിറ്റർമിനേഴ്സ് അല്ലെങ്കിൽ പ്രീ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഹാഫ് ഓഫ്, ഓൾ ഓഫ് എന്ന് കൊടുത്തിട്ടില്ലേ, അതാണ്. അപ്പോൾ ഓൾ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിനർ, ദ എന്ന് വെച്ചാൽ ഡിറ്റർമിനർ, വിമൺ നൗൺ, ഇൻ ദ ക്യാമ്പ് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഓക്കെ, പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടെയ്ൻ എ പ്രിപ്പോസിഷൻ ഇസ് കാൾഡ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഹൂ സോ ദ ചൈൽഡ് എന്ന് വെച്ചാൽ റിലേറ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, റിലേറ്റ് ചെയ്ത് വരുന്നത് അതിലൊരു വെർബ് ഉണ്ടാവും, പിന്നെ ഒരു നൗണും ഉണ്ടാവും. അതാണ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ദ സ്ട്രക്ചർ ഓഫ് ദ noun phrase ഓഫ് എ സെൻറ്റൻസ് ക്യാൻ ബി ആൾസോ ലൈക്ക് ദിസ്. ഓക്കെ, ഒരു നോൺ ഫ്രേസിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇതേപോലെ ആയിരിക്കാം. ഏതാണ്? പ്രീ ഡിറ്റർമിനർ, ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്, നൗൺ, പ്രിപ്പോസിഷണൽ ഫ്രേസ്, റിലേറ്റീവ് ക്ലോസ്. താഴെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ വിമൺ എന്ന് വെച്ചാൽ നൗൺ ആണ്. ദ വിമൺ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ പ്ലസ് നൗൺ ആണ്. ഓൾ ദ വിമൺ എന്ന് വെച്ചാൽ പ്രീ ഡിറ്റർമിനർ, ആർട്ടിക്കിൾ പ്ലസ് നൗൺ ആണ്. ഓൾ ദ വിമൺ ഇൻ ദ ക്യാമ്പിൽ പ്രീ ഡിറ്റർമിനർ, ആർട്ടിക്കിൾ, noun, prepositional phrase. All the women in the camp who saw the child, അതിൽ പ്രീ ഡിറ്റർമിനർ ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, നൗൺ ഉണ്ട്, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉണ്ട്, റിലേറ്റീവ് ക്ലോസ് ഉണ്ട്. അടുത്ത് അനലൈസ് ദ സബ്ജക്റ്റ് പാർട്ട് ഓഫ് ദ അതർ സെൻറ്റൻസ് ഇൻ സെൻറ്റൻസസ് ഇൻ ദ പാസേജ് ഗിവൺ എബോവ് ഇൻ ദ സെയിം വേ. ഐഡൻറ്റിഫൈ ദ കോൺസ്റ്റിറ്റ്യൂവൻസ്. വർക്ക് വിത്ത് യുവർ പാർട്ട്ണർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഐഡിയാസ് യു ഹാവ് ഡിസ്കസ്ഡ്. ബാക്കിയുള്ള സെൻറ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ കണ്ടുപിടിക്കണം. ദ ലിറ്റിൽ ചൈൽഡ്, ഓക്കെ, അതിൽ ആർട്ടിക്കിൾ ഉണ്ട്, അഡ്ജക്റ്റീവ്, നൗണ്, മിക്കാലിയാണ്, നൗണാണ്. ദ പുവർ ബോയിൽ ആർട്ടിക്കിൾ, അഡ്ജക്റ്റീവ്, നൗൺ ഉണ്ട്. ഓൾ ദ വിമൺ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ് പ്രീ ഡിറ്റർമിനർ ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, നൗൺ ഉണ്ട്, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉണ്ട്, റിലേറ്റീവ് ക്ലോസ് ഉണ്ട്. എ കൈൻഡ് ചൈനീസ് വുമണിൽ ഫസ്റ്റ് വരുന്നത് എ ആർട്ടിക്കിളാണ്, സെക്കൻഡ് കൈൻഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്, ചൈനീസ് എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവാണ്. ഇവിടെ നിന്ന് വരുന്നത് ചൈനീസ് നിന്ന് വരുന്നത്, വിമൺ എന്ന് വെച്ചാൽ വുമൺ എന്ന് വെച്ചാൽ നൗണാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യാം? ഓക്കെ, എ സെൻറ്റൻസ് ഹാസ് 2 പാർട്സ്. ഒരു സെൻറ്റൻസിന് 2 പാർട്ടുണ്ട്. ഓക്കെ, അതാണ് ഒരു ഫസ്റ്റ് കൺക്ലൂഷൻ. സെക്കൻഡ് കൺക്ലൂഷൻ, ദ സബ്ജക്റ്റ് പാർട്ട് ഈസ് യൂഷ്വലി എ നൗൺ ഫ്രേസ്. സബ്ജക്റ്റ് പാർട്ട്, അതായത് സബ്ജക്റ്റായിട്ട് വരുന്നത് എപ്പോഴും നൗൺ ഫ്രേസ് ആയിരിക്കും. ദ നൗൺ ഫ്രേസ് മേ കൺസിസ്റ്റ് ഓഫ് പ്രീ ഡിറ്റർമിനർ, ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്, നൗൺ, പ്രിപ്പോസിഷണൽ ഫ്രേസ്, റിലേറ്റീവ് ക്ലോസ്. ഓക്കെ, നൗൺ ഫ്രേസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം? പ്രീ ഡിറ്റർമിനർ, ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്, നൗൺ, പ്രിപ്പോസിഷണൽ ഫ്രേസ്, റിലേറ്റീവ് ക്ലോസ്. ഓക്കെ, അടുത്ത നാലാമത്തത് ദ പ്രെഡിക്കേറ്റ് ഈസ് യൂഷ്വലി എ വെർബ് ഫ്രേസ്. പ്രെഡിക്കേറ്റ് എന്താണ്? ഒരു വെർബ് ഫ്രേസ് ആണ്. അടുത്ത ഡി നോക്കിക്കോളൂ. താഴെ ഒരു വെർബ് ഫ്രേസ് കൊടുത്തിട്ടില്ലേ? ലെറ്റ്സ് സീ വാട്ട് എ വെർബ് ഫ്രേസ് കൺസിസ്റ്റ് ഓഫ്. വെർബ് ഫ്രേസ് എന്താണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ വെർബ് ഫ്രേസ് ഇൻ ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. താഴെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസുമായി ബന്ധപ്പെട്ട പിക്ചറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, പിക്ചർ ഒന്ന് നോക്കാം. പിക്ചറിൽ കുറുക്കൻ താറാവിൻ്റെ കുഞ്ച്, കുറുക്കൻ താറാവിൻ്റെ കുഞ്ചിനെ പിടിക്കാൻ വരുന്നതാണ്. ഇനി നമുക്ക് സെൻറ്റൻസുകൾ എന്താണെന്ന് നോക്കാം. സെൻറ്റൻസിൽ ഏതൊക്കെയാണ്? ദ ഡക്ലിംഗ് ലെഫ്റ്റ് ദ പൂൾ. ദ ഡക്ലിംഗ് ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ്. ദ ഫോക്സ് വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് പ്രേ. ദ ഫോക്സ് കിൽഡ് ദ ഡക്ലിംഗ്. ദ ഫോക്സ് ടു റെസ്റ്റ് അറ്റ് ദ പോണ്ട്. ദ ഡക്ലിംഗ് ഡൈഡ്. ഇതിൽ ലെറ്റ്സ് അനലൈസ് ദ വെർബ് ഫ്രേസ് ഓഫ് വൺ ഓഫ് ദ സെൻറ്റൻസ്. നമുക്ക് വൺ വേണ്ട, മൊത്തത്തിൽ എന്ത് ചെയ്യാം, വെർബ് ഫ്രേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് വെർബ് ഫ്രേസ്. ഫസ്റ്റ് സെൻറ്റൻസിൽ ലെഫ്റ്റ് ദ പൂൾ മുതൽ സെക്കൻഡിൽ ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ്. മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വെർബ് എവിടത്തോട് തുടങ്ങുന്നു അവിടെ മുതൽ എന്താണ്, വെർബ് ഫ്രേസ് ആണ്. വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് പ്രേ, കിൽഡ് ദ ഡക്ലിംഗ്, ടുക്ക് റെസ്റ്റ് അറ്റ് ദ പോണ്ട്. ലാസ്റ്റ് ഡൈഡ് തൊട്ടാണ് വെർബ് തുടങ്ങുന്നത്, ഡൈഡിലാണ് വെർബ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഡൈഡ് മാത്രമാണ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കോളൂ. നൗ റീഡ് ദ സെൻറ്റൻസസ് അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ വെർബ് ഫ്രേസസ് അലോങ് വിത്ത് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ്. നമ്മൾ ആദ്യം പഠിച്ചത് നോൺ ഫ്രേസിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. ഇനി വെർബ് ഫ്രേസിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് നോക്കാം. അതിനു മുമ്പേ എ വെർബ് ഫ്രേസ് കൺസിസ്റ്റ് ഓഫ് എ ഫൈനൈറ്റ് വെർബ് അലോൺ ഓർ എ ഫൈനൈറ്റ് വെർബ് വിത്ത് സം അതർ വേർഡ്സ് വിച്ച് ഗീവ് അഡീഷണൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ വെർബ്. ഒന്നുകിൽ വെർബ് ഫ്രേസിൽ ഒരു ഫൈനൈറ്റ് വെർബ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഫൈനൈറ്റ് വെർബിൻ്റെ കൂടെ അതിന് കുറച്ച് അഡീഷണൽ ആയിട്ട് ഡീറ്റെയിൽ തരുന്ന കുറച്ച് വേർഡ്സ് കൂടി കാണാം. ഇവിടെ കണ്ടില്ലേ, ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ്. ഇതിൽ ലെഫ്റ്റ് ദ പൂളിൽ ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു വെർബാണ്, വെർബ് ഫ്രേസ് ആണ്. ദ പൂൾ എന്ന് പറഞ്ഞാൽ നോൺ ഫ്രേസ് ആണ്. ഇൻ ദ മോർണിംഗ് അതെന്തോന്നാണ്, ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. പ്രിപ്പോസിഷണൽ ഫ്രേസ് വേറെ ഒന്നുമില്ല, ഇന്ന്, അണ്ടർ, ഓണൊക്കെ തുടങ്ങുന്നില്ലേ, കൂടെ രണ്ട് വാക്കുകൾ കൂടി വരികയാണെങ്കിൽ എടുത്തങ്ങ് എഴുതുക, പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, വേറെ ഒന്നുമില്ല.
നമുക്കിനി സെൻറ്റൻസുകൾ വായിച്ചിട്ട് അതിലുള്ള വെർബ് ഫ്രേസും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണെന്ന് എടുത്തെഴുതാം. ഓക്കെ, ആദ്യത്തെ വെർബ് ഫ്രേസ് ഏതാണ്? വെർബ് ഫ്രേസ് ഡൈഡ്. പിന്നെ വെർബ് ഫ്രേസും അതിൻ്റെ കൂടെ നോൺ ഫ്രേസും ഉണ്ട്. ലെഫ്റ്റ് ദ പൂൾ, ലെഫ്റ്റ് വെർബ് ഫ്രേസ് ആണ്, നോൺ ഫ്രേസ് ദ പൂളാണ്. അടുത്ത് വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് പ്രേ, അത് വെർബ് ഫ്രേസും പ്രിപ്പോസിഷണൽ ഫ്രേസുമാണ്. ഓക്കെ, അടുത്ത് ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ്, അതിൽ വെർബ് ഫ്രേസും നോൺ ഫ്രേസും കൂടെ എന്താണ് പ്രിപ്പോസിഷണൽ ഫ്രേസും ഉണ്ട്. കിൽഡ് ദ ഡക്ലിങ്ങിൽ വെർബ് ഫ്രേസ് നോൺ ഫ്രേസ് മാത്രമേ ഉള്ളൂ. ടുക്ക് റെസ്റ്റ് അറ്റ് ദ പോണ്ടിൽ വെർബ് ഫ്രേസ് ഉണ്ട്, നോൺ ഫ്രേസ് ഉണ്ട്, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉണ്ട്. ഓക്കെ, മേക്ക് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ വിത്ത് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ ദ വെർബ് ഫ്രേസ് ഗിവൺ ബിലോ. താഴെ കുറച്ച് വെർബ് ഫ്രേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഞാൻ ഒരു മോഡൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആദ്യം വെർബ് ഫ്രേസ് ജോ കെയിം, ജോ വന്നു വെർബ് ഫ്രേസ്. അടുത്ത വെർബ് ഫ്രേസും നോൺ ഫ്രേസും. ജോ കിൽഡ് എ റൈഡ്, ജോ ഒരു എലിയെ കൊന്തും. അതിൽ ജോ എന്ന് വെച്ചാൽ വെർബ് ഫ്രേസും കിൽഡ്, ജോ കിൽഡ് എന്ന് വെച്ചാൽ വെർബ് ഫ്രേസ്, നോൺ ഫ്രേസ് എയർ ആയിട്ടാണ്. അടുത്ത വെർബ് ഫ്രേസ് നോൺ ഫ്രേസ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ജോ കിൽഡ് എ സ്നേക്ക് വിത്ത് എ സ്റ്റിക്ക്. ജോ കിൽഡ് എന്ന് വെച്ചാൽ വെർബ് ഫ്രേസ്, എ സ്നേക്ക് എന്ന് വെച്ചാൽ നോൺ ഫ്രേസ്, വിത്ത് എ സ്റ്റിക്ക് എന്ന് വെച്ചാൽ പ്രിപ്പോസിഷണൽ ഫ്രേസ്. അടുത്ത വെർബ് ഫ്രേസ് റോസി സ്മൈൽഡ്, റോസി ചിരിച്ചു. അടുത്ത് റോസി റെഡ് എ ബുക്ക്, എ വെർബ് ഫ്രേസും നോൺ ഫ്രേസും. റോസി റെഡ് എന്ന് വെച്ചാൽ വെർബ് ഫ്രേസ്, എ ബുക്ക് നോൺ ഫ്രേസ്. അടുത്ത വെർബ് ഫ്രേസ് നോൺ ഫ്രേസ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. റോസി റെഡ് എ ബുക്ക് ഇൻ ദ മോർണിംഗ്, റോസി റെഡ് വെർബ് ഫ്രേസ്, നോൺ ഫ്രേസ്, എ ബുക്ക്, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനലിൽ പുതുതായി വന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടെ.